ക്യാൻറ്റീനിൽ നിന്ന് നല്ല ചൂടുവെള്ളം കിട്ടി. മീര, നേരത്തെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇന്ന് എന്തു പറ്റി തനിക്ക്? ഒന്നുമില്ല. എന്നിട്ടാണോ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത്? കരഞ്ഞു താൻ? കാരണം എനിക്ക് മനസ്സിലായി. നിഖിലിന്റെ അച്ഛനെ ഓർത്തുവല്ലേ? മറന്നുപോയെങ്കിലല്ലേ ഓർത്തൊന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ അല്ലേ? ഇങ്ങനെ ഹോസ്പിറ്റലിൽ സമയത്തെ പഴിച്ചു കിടക്കുമ്പോ ഇത്തരം ഓർമ്മകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആൾ ഇന്നില്ലാത്തൊരാൾ. അയാളെ അറിയാതെ ഓർത്തുപോകും. നിഖിലിന്റെ അച്ഛനെ താൻ ഓർത്തതിൽ എനിക്ക് പരിഭവമില്ല. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ എന്റെ വൈഫിനെ ഓർത്തിരിക്കുന്നു. കാരണം എന്റെ കുട്ടിയുടെ അമ്മയാണ്. അതുപോലെ മീരയുടെ മകന്റെ അച്ഛനാണ് അദ്ദേഹം. ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, മുകുന്ദൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് അദ്ദേഹം ഫ്ളാറ്റിലേക്ക് കയറി വന്നാൽ എന്തായിരിക്കും? ആദ്യം ഒരു ഞെട്ടലായിരിക്കും. പിന്നീട് ഞാൻ സൗഹൃദത്തോടെ കൈകൊടുക്കും. നല്ല സുഹൃത്തായി കാണും. എന്തിനാ ഇത്തരം ആലോചനകൾ? ഒരു മരുന്നും കഴിക്കാൻ വേണ്ട, ഡോക്ടറെയും കാണണ്ട, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഊതേട്ടാ, എനിക്ക് സ്വപ്നദർശനുണ്ടായി. ആ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ സ്വപ്നത്തിൽ വന്നു. ആ, എന്നെ അനുഗ്രഹിച്ചിട്ട് പറയുക, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് തരാന്ന്. സത്യമാണോ മോളെ? ആമേ, സത്യം. ദേ, ഇപ്പോഴും എനിക്ക് ആ കോരിത്തരിപ്പ് അങ്ങ് മാറിയിട്ടില്ല. പിന്നെന്തിനാ ഞാൻ ഈ നെഞ്ചരിയുന്ന മരുന്ന് കഴിക്കുന്നേ? എന്റെ ഈശ്വരൻ എനിക്ക് ഒരാപത്തും വരുത്തില്ല. ഭഗവാനെ. എന്നാലും ഒരെന്നാലും ഇല്ല. ആ, ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിലേ അതിൽ പരം ഒന്നും വേണ്ട. ഹോ, എനിക്കാണെങ്കി മേല് പെരുത്തിട്ട് വയ്യ. കൃഷ്ണ, ഗുരുവായൂരപ്പ, കുഞ്ഞിന് അവിടുത്തെ നടയിൽ വെച്ച് ചോറൂണും നടത്താം. അമ്മയ്ക്കും കുഞ്ഞിനും കദളിപ്പഴം കൊണ്ട് തുലാഭാരവും നടത്താം. എന്റെ നാരായണ. ഭഗവാനെ കൃഷ്ണ. ചുവട്ടു. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തോളണേ. ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ തരണേ ഭഗവാനെ. ഹോ, സ്വപ്നത്തിലെ പോലെ തന്നെ നടക്കുമായിരിക്കും അല്ലേ? കുറച്ചു നേരം കാലന്റെ കാതി ഇരിക്കോ കിടക്കുകയോ ചെയ്യും. കിടക്കണ്ട, ഞാൻ ഇരുന്നോളാം. കാലെടുത്ത് മേളിവെക്ക്. അപ്പൊ ശരി, വിശ്രമ ജീവിതം നയിച്ചോളൂ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കുക. വിളിപ്പുറത്തുണ്ടാവുന്നോ? ഒരു പില്ല ഓടി വെക്കണം. വേണ്ട, ആശുപത്രിയിൽ ഒരുപാട് പൈസയല്ലേ. ലാബിലും ഫാർമസിയിലും ഒക്കെ ക്യാഷ് ഞാൻ അപ്പം അടയ്ക്കുന്നുണ്ടായിരുന്നു. ബില്ല് എത്രയായാലും സുഖമായി വീട്ടിൽ തിരിച്ചെത്താൻ പറ്റിയല്ലോ. അതാലോചിച്ച മതി. ഉണ്ണിത്തൻ സാർ പൈസ എന്ന വിവരം നീള പറഞ്ഞോ? ഇല്ല, അച്ഛൻ പൈസ തന്നോ? മീരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നറിഞ്ഞ് പിന്നെ നമ്മുടെ അരവിന്ദ് സാറിന്റെ ഒരു പാട്ട്. മതി മതി മതി, അതൊന്നും നടക്കില്ല അല്ലേ മേരെ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അച്ഛനാണല്ലോ.
പക്ഷെ ഇക്കാര്യത്തില് ഞാൻ അഭിപ്രായം പറയട്ടെ. അച്ഛന്റെ 75ാം ജന്മദിനം നമ്മളെല്ലാവരും ആഘോഷിക്കും. അച്ഛൻ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ദേ, ഇതിപ്പോ മീരമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ അപ്പീലില്ല. സോ വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ്. ഒന്നും പറയണ്ട. ആ എങ്കിൽ അങ്ങനെ ആവാ. അതെ, ബർത്ത്ഡേ നമുക്ക് വെറൈറ്റി ആക്കണമെങ്കിൽ സിമ്പിളായിട്ട് മതിയെന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞത്? ആ ഒരു കണ്ടീഷനിലാണ് പ്രോഗ്രാം നടത്താൻ സമ്മതിച്ചത് തന്നെ. ആ അഭിപ്രായമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. മുത്തശ്ശന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ദേ, ഏത് കാര്യം ആദ്യം എതിർക്കും, പിന്നെ നമ്മളെ നിർബന്ധിച്ച ഒടുവിൽ സമ്മതിച്ചോളും. പിറന്നാളിന് എന്ത് വെറൈറ്റി ചെയ്യാനാ നിന്റെ പ്ലാൻ? അതിപ്പോ നമുക്കൊരു ഗസ്റ്റിനെ വിളിച്ചാലോ? പുറത്തു നിന്ന് ആരും വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? കുട്ടിയെങ്കിലിനെയും ക്ലാര ആന്റിയും പോലും വിളിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞാനേ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയാണ് ഉദ്ദേശിച്ചത്. മുത്തശ്ശനും കൂടി പ്രിയപ്പെട്ട ഒരാള്. അച്ഛൻ സമ്മതിക്കില്ല മോളെ. മുൻകൂട്ടി പറയണ്ട. നമുക്ക് പിറന്നാളിന്റെ അന്ന് സമയമാകുമ്പോ അതിഥി സർപ്രൈസ് ആയി എത്തിക്കാം. മുത്തശ്ശൻ അതിന്റെ കൂടെ ചേർന്നോളൂ. ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പ്രശ്നം ഉണ്ടാക്കും മുത്തശ്ശൻ. ഒന്നാതെ അധിക ദിവസമല്ലേ ഇനി ഗസ്റ്റിനെ വിളിക്കാനും മറ്റും. ഇല്ല, അത് അതെ, ഇപ്പൊ നമ്മൾ സംസാരിച്ചായിരുന്നു മിണ്ട. അച്ഛാ, കാപ്പി എടുക്കട്ടെ അച്ഛാ? വേണ്ട. അതെന്താ? വയറിന് നല്ല സുഖമില്ല. വയറുവേദനയുണ്ടോ? വെറും വേദന മാത്രമല്ല, എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. കുറച്ച് ഇഞ്ചി നീരുണ്ടാക്കി കൊടുക്കമ്മേ. അല്ലെങ്കിൽ വയറുവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ഇരിപ്പുണ്ട്. ഇത് അതുകൊണ്ടൊന്നും നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, കുറേ ദിവസമായി തുടങ്ങിയിട്ട് അങ്ങോട്ട് വിട്ടുമാറുന്നില്ല. എന്നാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട വേണ്ട, കോട്ടയ്ക്കൽ പോയേ പറ്റും. 2 ആഴ്ച അവിടെ താമസിച്ച് ചികിത്സിക്കണം, എങ്കിലേ ഭേദമാകൂ. 2 ആഴ്ച താമസിക്കാനോ? അപ്പൊ പിറന്നാളോ? മനുഷ്യന്റെ ജീവനാണോ അതോ പിറന്നാളാണോ വലുത്? ഞാൻ ഒത്തായെന്ന് തന്നെ കോട്ടയ്ക്ക് പോകും. 2 ആഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ. അവിടെ എത്തി ഡോക്ടറെ കാണാതെ മുത്തച്ഛൻ എങ്ങനെയാ 2 ആഴ്ച ചികിത്സയെന്ന് അങ്ങ് നിശ്ചയിച്ചത്? അതങ്ങനെയാ. അതങ്ങനെയല്ല. ദേ മുത്തശ്ശ, ഈ നമ്പർ ഒന്ന് ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ പ്ലാൻ ചെയ്ത പിറന്നാൾ ആഘോഷ പരിപാടി നടത്താതിരിക്കാനുള്ള മുത്തശ്ശന്റെ അടവാ ഈ കപട വയറുവേദന. ദേ, അത് ഈ ഫ്ലാറ്റിൽ ചെലവാവൂല. ഇനി മുത്തശ്ശൻ എങ്ങോട്ടേലും മുങ്ങിയ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ വന്ന് ആഘോഷം നടത്തും. എന്തെങ്കിലും ചെയ്യും. അച്ഛാ, ചായ എടുക്കട്ടെ? എടുക്ക. ബാബുജി ഡിസ്ചാർജ് ആയ വിവരം ആശുപത്രിന്ന് ഡോക്ടർ നമ്പീഷിനെ അറിയിക്കുന്ന പറഞ്ഞത്. എന്നാലും ഞാൻ നാളെ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചേക്കാം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. മുറിയൊന്ന് അടുക്കി പറക്കണം. ബാബുജിക്ക് ഇപ്പൊ കിടക്കണോ? ഞാനിപ്പോ വരാമേ. എന്തെങ്കിലും വേണമെങ്കിൽ ബാബുജി വിളിച്ചാ മതി. എന്താ? ബാബുജിയുടെ മകൻ. ഹലോ, എന്തൊക്കെയുണ്ട്? ആ നെറ്റിയും മുടിയും ഒക്കെ അതേപോലെ ബാബുജിയെ പോലെ തന്നെയാ. അതെ സോന,
അങ്കിളിന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? അങ്കിളല്ലത്, അച്ഛനാ, നിന്റെ അച്ഛൻ. മെഡിസിനോ മറ്റോ വാങ്ങണോ? വേണ്ട, ഒന്നും വാങ്ങാനില്ല. മീര, മീര ചേച്ചിയുടെ പുതിയ ഹസ്ബൻഡ്. അപ്പോ ബാബുജിയുടെ ആരാ? ഭാര്യയ്ക്ക് മറ്റൊരു ജീവിതം കൊടുത്ത ആളോ? ദാ ചായ. ബാബുജിയുടെ ഭാര്യ, ബാബുജിയുടെ മകന്റെ അമ്മ, അദ്ദേഹത്തിന്റെ എല്ലാമായിരുന്ന സ്ത്രീ. ആ, നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോവുന്നോ? ബാബുജിയുടെ അച്ഛൻ. ഈ അച്ഛന്റെ കൈ പിടിച്ചാണ് ബാബുജി വളർന്നത്. മോനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഓർമ്മകളായി മാറിയ പാവം. എന്തുണ്ട് സോന? വെറുതെ. ബാബുജിക്ക് സുഖം തന്നെയല്ലേ? ബാബുജി അല്ല, മകനാണ്, അങ്ങയുടെ മകനാണ്. ഒരു ഗുളിക കഴിക്കാനുണ്ട്. ആ, നിഖിൽ ഇറങ്ങല്ലേ? പോ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ബൈ. വീട്ടിൽ നേരത്തെ വരണേ. നിലയോട് പറയാം, ആരാണ് ബാബുജി എന്ന് അറിയട്ടെ എല്ലാവരും. എന്തിനാ രഹസ്യമായി സൂക്ഷിക്കുന്നത്? രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞോ? അല്ല, എന്താ കയ്യില്? ഒരു ഫോട്ടോയാ. എനിക്ക് കാണാൻ പറ്റുന്നതാണോ? അതിനെന്താ, കാണാലോ. ആ, അല്ല, ഇപ്പൊ ഫോട്ടോ ആയിട്ട് അധികം ആരും അങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ലല്ലോ. എല്ലാം ഫോണിലല്ലേ സൂക്ഷിക്കുന്നത്. ഇവിടെ നിഖിലിന്റെ അച്ഛന്റെ ഫോട്ടോ ഇല്ലേ? ആ, അതല്ലേ രസം. ഒരു ഫോട്ടോ പോലും ഇല്ല. തീരെ ചെറുപ്പത്തിലേ മരിച്ചുപോയതല്ലേ. ഫോട്ടോ കണ്ടാ പോലും മുത്തശ്ശിന് സഹിക്കില്ല. അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? ആ, അതിന് വ്യക്തതയില്ല. ഫോട്ടോഗ്രാഫറായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോസ് എടുക്കാൻ കാട്ടിലേക്ക് പോയതാ. പിന്നെ കേൾക്കുന്നത് മരിച്ചു എന്നുള്ള വാർത്തയാ. അയ്യോ, എന്താ താഴെ വീണത്? എന്താ പേര്? അച്ഛാ, ക്യാമറ താഴെ വീണു. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും നോക്ക്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു നിധി പോലെ സൂക്ഷിച്ചിരുന്ന ക്യാമറയാ. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എങ്ങനെയാ വീണതെന്ന് അറിയില്ല അച്ഛാ. എന്തായാലും അങ്ങനെ സംഭവിച്ചുകൂടല്ലോ. നോക്കട്ടെ. മുകുന്ദന്റെ ജീവനായിരുന്നു ഈ ക്യാമറ. അവൻ മരിച്ചതിൽ പിന്നെ ആരും ഇതുകൊണ്ട് ചിത്രമെടുത്തിട്ടില്ല. അവൻ എടുക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ചിത്രങ്ങൾ സ്വപ്നങ്ങളായി ഇതിനുള്ളിലുണ്ടാവും. എനിക്ക് തോന്നുന്നു എന്റെ മകന്റെ അദൃശ്യ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ട്. സാറിന് വിളിക്കുന്നെങ്കിലും അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. മകന്റെ സ്ഥാനത്ത് സാറിനെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പാലക്കാട് എന്റെ തറവാട്ടിൽ പോയി അവിടുത്തെ അന്തരീക്ഷം കണ്ടതാണല്ലോ. എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവിടെ ഞാൻ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. എല്ലാവരും ഉണ്ട് എനിക്ക്. ഇപ്പോഴത്തെ ജീവിതം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്.
പ്രത്യേകിച്ചും സാറിന്റെ സാമീപ്യം. ആദ്യം കണ്ട് പരിചയപ്പെട്ടപ്പോ ചെരുപ്പുകള്ളൻ എന്നാണ് എന്നെ വിളിച്ചത്. കേട്ടപ്പോ അല്പം ദേഷ്യം വന്നെങ്കിലും ഒരച്ഛന്റെ ശകാരമായിട്ടാ പിന്നീട് എനിക്ക് വിളി തോന്നിയത്. വിധി എന്നെ സാറിന്റെ മകനാക്കി. ആ സ്വാതന്ത്ര്യം അനുവദിക്കുമെങ്കിൽ എനിക്കൊരപേക്ഷയുണ്ട്. യാതൊരു ആർഭാടവും ഇല്ലാതെ ഒതുങ്ങി ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരു ഔട്ടിങ്ങിന് പോലും നമ്മൾ പോകാറില്ല. കുട്ടികളും മീരെ ആഗ്രഹിച്ചു പോയി സാറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അവരെ നിരാശപ്പെടുത്തരുത് സാർ. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് നാളെ പരിഹാരം ഉണ്ടാവും. പക്ഷെ പിറന്നാൾ അപ്പോഴേക്കും കടന്നുപോയേക്കാം. അതുകൊണ്ട് 75ാം പിറന്നാൾ നമുക്ക് ആഘോഷിക്കാം സാർ. മറ്റാരെങ്കിലും ആയിരുന്നു സംസാരിച്ചിരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും വേസമോളുമായിരുന്നില്ല. അയാളുടെ പെരുമാറ്റത്തിൽ പലപ്പോഴും ഒരു മകന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എന്ന് കരുതി അരവിന്ദനെ എന്റെ മകനായി ഞാൻ കാണുന്നില്ല. ആ സ്ഥാനത്ത് ഒരാളേ ഉള്ളൂ. ഊണിലായാലും ഉറക്കത്തിലായാലും എന്റെ മനസ്സിൽ ജീവിക്കുന്ന എന്റെ മുകുന്ദൻ. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മീരയുടെ മനസ്സിൽ അരവിന്ദനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം മീരയോട് അയാൾക്കുണ്ട്. അതെനിക്കറിയാം അച്ഛാ. ആ തിരിച്ചറിവുള്ളതുകൊണ്ടാണ് അയാളുടെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കുന്നത്, ആ അഭിപ്രായത്തെ മാനിക്കുന്നത്. അരവിന്ദ് സാറിനും അക്കാര്യം അറിയാം. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയവരാണ്. പക്ഷേ ഒരാളുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. നിഖിൽ. അവനെന്തോ പല കാര്യങ്ങളിലും അരവിന്ദനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നൊരു സംശയം. അങ്ങനെയൊന്നുമില്ല അച്ഛാ. മീരയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ഇത്രയും കാലം അമ്മ അവന്റേത് മാത്രമായിരുന്നല്ലോ. ആ സ്നേഹം പങ്കിടാൻ മറ്റൊരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ഉള്ളിൽ അസ്വസ്ഥതയുണ്ടാവും. ആ, അത് മാറുമായിരിക്കും, അല്ലേ മീരേ? താരയ്ക്ക് മാത്രമല്ല, ഇക്കാര്യത്തിലേ എനിക്കും പരാതിയുണ്ട്. ഓ, ഇതാണോ? എടോ, പിള്ളേര് നിർബന്ധിച്ചപ്പോ ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഫാങ്ഷനായിട്ടൊന്നും ഇല്ലെന്നേ. ചെറിയ തോതിലൊരു സദ്യ, അതിലെ ഇട്ട് വിളമ്പുന്നു, അത്ര തന്നെ. ഇലയിൽ വിളമ്പുന്ന സദ്യ ഞങ്ങൾക്കും ഇറങ്ങും. എടോ കൃഷ്ണൻകുട്ടി, സേമിയ പായസവും ഉണ്ടാവും. അത് അടുത്തുള്ള ഫ്ലാറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. മറ്റുള്ളവർക്ക് എന്തിനാ സേമിയ പായസം കൊടുക്കുന്നേ? അതും വീട്ടുകാർ വട്ടം കൂടി ഇരുന്ന് കുടിച്ചാ പോരെ. ക്ലാര നല്ല പിണക്കത്തിലാണെന്ന് തോന്നല്ലോ. എന്നോട് ആരും മിണ്ടാൻ വരണ്ട. ആന്റി, കൊച്ചൊന്നും മിണ്ടാതിരുന്നേ. ഇക്കാര്യത്തിലേ ഞാനും ക്ലാരയുടെ സൈഡാ. ഉണ്ണിത്താന്റെ എല്ലാ കാര്യത്തിനും നിഴലായി നിൽക്കുന്നവനല്ലേ ഞാൻ. അതിനേക്കാളും വലിയ നിഴലാ ഞാൻ. നാടടക്കം ക്ഷണിക്കരുതെന്താ, കല്യാണമാണോ? ഓ, കണ്ടോ, ശബ്ദം മാറുന്ന കണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ ഉള്ളിലിരിപ്പ്? നിഖിലിന് നിലയ്ക്കും ജോലിക്ക് പോണ്ടേ ബാബുജി, അതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങോട്ട് വരാത്തത്. നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയുമ്പോ അവർ ഓടിയെത്താറുണ്ടല്ലോ. ഫ്ലാറ്റിലെ മറ്റുള്ളവരോ, അവരൊക്കെ ഓരോ തിരക്കില്ല. പിന്നെ ചേച്ചിയും ഭർത്താവും കൂടി ഹോട്ടലിൽ പോവും. മുത്തച്ഛന് പ്രായമായതല്ലേ, അതുകൊണ്ട് ഫ്ലാറ്റിൽ റെസ്റ്റ് എടുക്കും. ചായ കുടിക്കാൻ സമയമായല്ലോ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ.
അച്ഛന്റെ ഓരോ കാര്യങ്ങള്. ഇതൊക്കെ ഒരു രസമല്ലേ മീരാമേ? അപ്പൊ മുത്തശ്ശൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അഭിപ്രായം ചോദിച്ചത്. ആ, ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. കൃഷ്ണൻകുട്ടി, വിമല, ശ്രീലത, മേധ, രാഗിണി, ക്ലാര, ബാബുജി, അങ്ങനെ എല്ലാവരും. അപ്പൊ പിന്നെ നറുക്കെടുപ്പ് നടത്തവാ. ആർക്കാ കുറി വീഴുന്നെന്ന് അറിയാലോ. ആ, ഇതിന്നൊരു പേപ്പർ എടുക്കുവീരെ. ഇവളെടുത്തോട്ടെ. എപ്പ എടുത്തെന്ന് ചോദിച്ചാ മതി. ഓ ദൈവമേ, ഐശ്വര്യമുള്ള ആരുടെങ്കിലും പേരായിരിക്കണേ വീഴുന്ന. നീ തന്നെ തുറന്നു നോക്കും. കൊള്ളാലോ. ആരാ മോളെ? ആരായിരിക്കും? മുത്തശ്ശനൊന്ന് ഊഹിച്ച് പറയാവോ? ഞാനെങ്ങനെ അറിയാനാ? എന്നാ ഞാനിതാ പ്രഖ്യാപിക്കുന്നു. മുത്തശ്ശന്റെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് ക്ലാര ആന്റിക്ക്. പറയാതിരിക്കാൻ വയ്യ. ഇത്രയും അടുപ്പക്കാരുണ്ടായിട്ടെ ക്ലാരയെ മാത്രമായിട്ട് വിളിക്കാന്ന് വെച്ചാ ഓ, അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം വെച്ചായിരിക്കും. അതിനെന്താ അച്ഛാ? മുത്തശ്ശനെ നമുക്ക് അങ്ങോട്ടൊരു ട്രീറ്റ് കൊടുത്ത് ഒന്ന് പകരം വീട്ടിൽ പോലെ. അതെ, ഉണ്ണിയേട്ടൻ വരുന്ന. ഓ, അപ്പോഴേ ചെറിയൊരു മാറ്റമുണ്ട്. അതെന്താ? നേരത്തെ ഞാൻ ക്ലാരയെ ക്ഷണിച്ചില്ലേ, അതങ്ങ് ക്യാൻസൽ ചെയ്യും. പിറന്നാളിന് വരണ്ട. അയ്യോ, അല്ല അല്ല മുത്തശ്ശ, പെട്ടെന്ന് എന്ത് പറ്റി മുത്തശ്ശ? ആ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മാറ്റമുണ്ടെന്ന്. ക്ലാരെ, ഉണ്ണിത്താൻ പറഞ്ഞ കേട്ടില്ലേ? പാർട്ടിക്ക് ക്ഷണിച്ചതേ ക്യാൻസൽ ചെയ്തെന്ന്. എന്നാലേ ഉണ്ണിയേട്ടൻ ക്യാൻസൽ ചെയ്തത് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യുക. മനസ്സിലായില്ലെങ്കിലേ ഞാൻ തെളിച്ചു പറഞ്ഞു തരാം. ഒരിക്കലും ക്ഷണിച്ചിട്ടേ അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. പിറന്നാളിന് ഞാൻ വരും, വന്നിരിക്കും. അത് പിന്നെ എന്ത് പിന്നേനാ? ഏത് പിന്നെ? ഉണ്ണിത്തമ്മാര് വാക്ക് മാറിയാലും ക്ലാരമാര് വാക്ക് മാറുന്നില്ല. ചുമ്മാതാണെന്നേ. ശരി, ഉദയനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഒരു 2 മിനിറ്റ്. ഓ, ഡോക്ടർ എന്നെ രക്ഷിച്ചു. എന്തിന്? യു ആർ പ്രഗ്നന്റ്. എന്താ? വിമല ഇപ്പോൾ ശരിക്കും ഗർഭിണിയാണ്. ഡോക്ടർ, എന്താ തലചുറ്റി വീഴാൻ തോന്നുന്നുണ്ടോ? സന്തോഷമായിരിക്കും. നിങ്ങളൊരു അമ്മയാവാൻ പോവുകയല്ലേ?